മറുപടി എന്നവണ്ണാണ് നമ്മുടെ BJP സംസ്ഥാന അധ്യക്ഷൻ രഞ്ജിത്ത് പറയുന്നത്. മലയാളം സംസാരിക്കാൻ അറിയാം, തെറി പറയാനും അറിയാതെ പറഞ്ഞു. അതെന്താണ്? അല്ല, അദ്ദേഹത്തിൻ്റെ മറുപടി ഞാൻ കേട്ടു. അദ്ദേഹം മുണ്ടെടുത്താലും മുണ്ട് മടക്കി കുത്തിയാലും മുണ്ട് അയച്ച് തലയെ കെട്ടിയാലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. പക്ഷെ അദ്ദേഹം അത് ആ സിനിമാ ഡയലോഗ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് പറഞ്ഞു കൊടുത്ത PR ഏജൻസികൾ പൊട്ടിക്കരഞ്ഞാണ്. കാരണം ആ പറഞ്ഞു കൊടുത്തത് അദ്ദേഹം എങ്ങനെയാണ് പറഞ്ഞത്, PR ഏജൻസികൾ പറഞ്ഞു കൊടുത്തത് എങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്, സിനിമയിൽ കാണുന്ന പോലെ അല്ല അത്. സിനിമയിൽ കണ്ടതിൻ്റെ സിനിമയിൽ ലൂസിഫർ സിനിമയിലെ ഡയലോഗാണല്ലോ അടിച്ചത്. ലൂസിഫർ സിനിമയിൽ കണ്ട നേരെ എതിരാണ് കണ്ടത്, നേരെ എതിര്. PR ഏജൻസികൾ കരഞ്ഞു കാണും. കാരണം അവർ ഇത്രയും കഷ്ടപ്പെട്ട് ഈ സിനിമാ ഡയലോഗ് പഠിപ്പിച്ചു കൊടുത്തിട്ട് ആ ഡയലോഗ് അദ്ദേഹം എങ്ങനെയാണ് പറഞ്ഞതെന്ന് നിങ്ങൾ കേട്ട് കാണും. പിന്നെ മുണ്ട് എങ്ങനെ വേണമെങ്കിലും കുത്തിക്കോട്ടെ, ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല, ഞങ്ങളൊന്നും ബാധിക്കുന്ന ഒരു വിഷയമല്ല. പിന്നെ അദ്ദേഹം തെറി പറയണമെങ്കിൽ പറഞ്ഞോട്ടെ, അദ്ദേഹത്തെ പഴയ BJP-ക്കാർ ഇഷ്ടംപോലെ തെറി പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അവരോട് വേണമെങ്കിൽ തിരിച്ച് തെറിയും പറഞ്ഞോട്ടെ, ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല. ഞങ്ങളെന്നും വരട്ടാനൊന്നും വേണ്ടി വരണ്ട. ഒന്ന് കേരളത്തെക്കുറിച്ചോ കേരള രാഷ്ട്രീയത്തെക്കുറിച്ചോ കേരളത്തിൻ്റെ ഒരു പാരമ്പര്യത്തെക്കുറിച്ചോ സാമൂഹ്യ രാഷ്ട്രീയ ചുറ്റുപാടുകളെക്കുറിച്ചോ കേരളത്തിലെ വഴികളെക്കുറിച്ചോ പോലും അദ്ദേഹത്തിന് അറിയില്ല. എന്നെക്കൊണ്ട് പറയിപ്പിക്കണ്ട. കാരണം 2006 അദ്ദേഹം എങ്ങനെയാണ് രാജ്യസഭാ മെമ്പറായത്, എങ്ങനെയാണ് മെമ്പറായത് നിങ്ങൾ അന്വേഷിക്കുക. എങ്ങനെയാണ് മെമ്പറായത്? ബാക്ക് ഡോറിൽ കൂടിയാണ് ആയത്. 2012 അങ്ങനെ തന്നെ ആയത്. 2018 വീണ്ടും ആകുന്നതിന് മുമ്പാണ് BJP ചേർന്നത്. 5-6 കൊല്ലമേ ഉള്ളൂ BJP ചേർന്നിട്ട്. എന്നിട്ടാണ് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ കേരളത്തിൽ വന്ന് 5 കൊല്ലം മന്ത്രിയായിരുന്നല്ലോ. ഇപ്പോൾ മലയാളം പറയാം, മലയാളത്തിൽ തെറി പറയാം. ഈ കേരളത്തിന് വേണ്ടി ആ കേന്ദ്രമന്ത്രിയായിരുന്നു. എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടോ? വിട്ടേക്ക്, ഞാൻ നിങ്ങളോട് അന്ന് പറഞ്ഞു, അത് വിട്ടേക്ക്, ആ കേസ് വിട്ടേക്ക്. നമ്മൾ ഫൈറ്റ് ചെയ്യാനൊന്നും വരുന്നില്ല. ഞാൻ ക്ലിയർ ആണല്ലോ ഞാൻ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് ചോദ്യത്തിൽ പ്രസക്തി ഇല്ലല്ലോ അതിൻ്റെ അകത്ത്. എങ്ങനെയാണ് രാജ്യസഭാ മെമ്പറായത്? ഇത് നമ്മളെ പഠിപ്പിക്കാൻ വരുക, കേരളത്തെക്കുറിച്ച് ഞങ്ങളെ പഠിപ്പിക്കാൻ വരുവാണ്, കോൺഗ്രസിനെ പഠിപ്പിക്കാൻ വരുക, അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെ പഠിപ്പിക്കാൻ വരുക കേരളത്തെക്കുറിച്ച്. ഇപ്പോഴല്ലേ നമ്മൾ കേട്ടു തുടങ്ങിയത്. എനിക്ക് ഒരു കുഴപ്പമില്ല, പഠിച്ചാലും കുഴപ്പമില്ല, പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഇങ്ങനെ തന്നെ പോയാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. അതാണ് ഞങ്ങൾക്ക് നല്ലത്. അല്ല, അത് നമ്മളൊരു പുതിയ രീതി കൊണ്ടെന്നാണ്. പണ്ട് നമ്മൾ വല്ലാതെ ഡിലേ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലേക്ക് സാധനം ഇട്ട് തന്ന് നിങ്ങളത് കടിച്ചു കീറി വഷളാക്കി തരാനുള്ളൊരു ഇത് വേണ്ടാന്ന് ചോദിച്ചാൽ അത് കിട്ടാത്തതുകൊണ്ട് നിങ്ങളിപ്പോൾ ഇലക്ഷന് മുമ്പേ തുടങ്ങിയേക്കുക. അത്രയുള്ള വ്യത്യാസം. നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ ദയവ് ചെയ്ത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കരുത്. ഞാൻ പറഞ്ഞു, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ എല്ലാ ദിവസവും നിങ്ങൾ പ്രഖ്യാപിക്കും രാവിലെ. ഉച്ചയാകുമ്പോൾ പറയും അയാൾക്ക് തൂക്കം കുറഞ്ഞ് മറ്റേയാൾക്ക് തൂക്കം കൂടിയെന്ന് പറയും. നിങ്ങൾ തന്നെ 5-6 ദിവസം ഇത് നിങ്ങൾ തന്നെ മതിയായില്ലേ, നിങ്ങൾക്ക് തന്നെ മതിയായില്ലേ. ഇനി ഞങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾ കണ്ടോ സ്ഥാനാർത്ഥി ആരാണ്.